ഞാൻ കട്ടുമുടിച്ചൊന്നും നാടിന്റെ ആവശ്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ചില്ല എന്നും വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് എടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ നീയല്ലേ തട്ടിവിടുന്നത്. ഇതിപ്പോ കുമ്പളങ്ങ കട്ടവന്റെ തലയിൽ നരാന്ന് പറഞ്ഞ പോലെ ആയല്ലോ പുഷ്കരേട്ട. ഇല്ലേനിയും സുന്ദര ഭയങ്കര സട്ടിൽ ഹ്യൂമറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിലൊരു ഫസ്റ്റ് കഥയാണ് ഞാനിന്നിപ്പോ വായിക്കുന്നത്. ഭരണാധികാരിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ രണ്ട് പ്രധാന കക്ഷികളുടെയും ചോട്ടാ നേതാക്കളുടെയും അനുയായികളും കൂടെ നിന്ന് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അപ്പൂട്ട, നീ സത്യം പറയണം. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ രംഗത്തിറക്കിയതല്ലേ നിന്നെ? പറ, നിനക്ക് എത്ര കിട്ടി? പൊട്ടിച്ചിരിച്ചാണ് അപ്പൂട്ടൻ പ്രതികരിച്ചത്. എന്റെ പുഷ്കരേട്ട, ഇത് കൊള്ളാലോ. ഞാൻ നിന്നെ എങ്ങനെയാ പുഷ്കരേട്ടൻ തോൽക്കണേ? എടാ, നീ എഴുതി വെക്കണതെല്ലാം എന്നെ ഉദ്ദേശിച്ചാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവൂലേ? നല്ല വാല്യൂസ് ഉള്ള ഒരാളാണ്. ഡു ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. പിന്മാറേണ്ട ആവശ്യമില്ല. നമുക്ക് നാട്ടിലും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ബേസ് ചെയ്ത ഒരാളെ ജഡ്ജ് ചെയ്യാണ് പുന്നക്കാരന് കുറച്ചു പേർക്ക് അധികാരം കൊടുത്ത് ബാക്കിയുള്ള കാഴ്ചക്കാരായിരിക്കാന്നുള്ളൂ. അതെ അതെ, അങ്ങനെ അവസാനം പിന്നെ അതിനെ ചൂസ് ചെയ്യാൻ. പക്ഷെ എനിക്ക് തോന്നിയത് ഇയാള് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അയാളുടെ മനസ്സിൽ ഇതാണ് ചെയ്യണം എന്നുള്ളതായിരുന്നു. നമ്മൾ രണ്ട് പാർട്ടിക്കാരും കണക്കാണ്. നമ്മള് അങ്ങനെ ഒരു നെറേറ്റീവ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയവാദമാണ്. അത് നമ്മള് കൂടുതൽ ഡേഞ്ചർ ആക്കാനാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കൊന്ന് ഈ രാഷ്ട്രീയവാദം രാഷ്ട്രീയ പാർട്ടികളിലെ ദുഷിപ്പിന് പകരമായിട്ട് വെക്കുന്നത് ഒരു നമ്മുടെ സൊല്യൂഷൻ അല്ല.